ഓക്കെ. സോ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്യൂഡോ സെലക്ടേഴ്സ് അതുപോലെ തന്നെ മീഡിയ ക്വറീസ് നമുക്ക് എങ്ങനെ സ്റ്റൈൽഡ് കോമ്പോണൻസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതില് സ്യൂഡോ സെലക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻഡെക്സ് ഡോട്ട് സി എസ് എസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോവർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ ഡബിൾ കോളം കഴിഞ്ഞിട്ടുള്ള ഇവിടെ എന്താണോ ഇതാണ് സ്യൂഡോ സെലക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മീഡിയ ക്വറി എന്ന് പറയുന്നത് അതെ ഇതാണ് മീഡിയ ക്വറി. ഈ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മിനിമം വിഡ്ത്ത് 768 പിക്സലിന് ആണ് വരുന്നെങ്കിൽ ഈ ഒരു സി എസ് എസ് ക്ലാസ് ഈ സി എസ് എസ് ഓവർ റൈഡ് ചെയ്യും. ഓക്കെ. സോ അതെങ്ങനെ നമുക്ക് സ്റ്റൈൽഡ് കോമ്പോണൻസിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഹെഡർ ഡോട്ട് ജെ എസ് എക്സിൽ പോയിട്ട് ഞാനിവിടെ ഇതുപോലെ ഞാൻ സ്റ്റൈൽഡ് കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യാൻ പോവാം. ഇമ്പോർട്ട് സ്റ്റൈൽഡ് ഫ്രം സ്റ്റൈൽഡ് കോമ്പോണൻസ്. ഓക്കെ. ഇപ്പൊ ഇതുപോലെ ഞാനൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ഉണ്ടാക്കുകയാണ്. കോൺസ്റ്റന്റ് ഹെഡർ എലമെന്റ് ഈക്വൽ ടു സ്റ്റൈൽഡ് ഡോട്ട് ഹെഡർ എന്നിട്ട് ബാക്ക് ടിക്സ്. ഓക്കെ. ബാക്ക് ടിക്കിനകത്ത് നമുക്ക് ഹെഡറിന്റെ സി എസ് എസ് ഹെഡറിന്റെ സ്റ്റൈൽ നമുക്ക് ഇത് കൊണ്ടുവരാം. ആണെങ്കിൽ നമ്മൾ ഹെഡർ ആയിരിക്കും ഹെഡർ. ഓക്കെ. ഓക്കെ. ഈ ഹെഡറിന്റെ സ്റ്റൈല് നമ്മൾ ഹെഡർ മൊഡ്യൂൾ സി എസ് എസിനകത്താണ് ഇരിക്കുന്നത്. ഹെഡർ മൊഡ്യൂളിൽ ഞാൻ ഇത്രയും സ്റ്റൈല് ഞാനിവിടെ കൊണ്ടുവരാം. ഓക്കെ. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഹെഡർ ഇപ്പൊ സപ്പോസ് എനിക്കിപ്പോ ഇവിടെ ക്ലാസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് സി എസ് എസ് വേണ്ട. കാരണം എനിക്ക് സ്റ്റൈൽഡ് കോമ്പോണന്റിനകത്ത് തന്നെ ഞാനിവിടെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ എറർ അടിക്കുന്നു. ഇവിടെ ഹെഡർ കൊണ്ടുവരാം. ക്ലാസസ് ഇസ് നോട്ട് ഡിഫൈൻഡ് ഇതിലാണ്. ഓക്കെ. ഈ ക്ലാസ് ഇവിടെ ഡിഫൈൻഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. നമ്മുടെ ഹെഡർ സ്റ്റൈലിനകത്ത് ഈ സി എസ് എസ് സ്റ്റൈല് ഒരുവിധം മാറിയിട്ടുണ്ട്. നമ്മളുടെ അതായത് ഇതിവിടെ വലിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, വലിയ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഹെഡർ മോഡ്യൂൾ സി എസ് എസിനകത്ത് നമ്മൾ ആകെ ഈ ഒരു സ്റ്റൈൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി ഈ സ്റ്റൈലൊന്നും ഇല്ല. കാരണം ഞാൻ ഇവിടെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതങ്ങനെ വരത്തില്ല. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ ഈ എല്ലാ സ്റ്റൈല് ഓക്കെ ഈ ഇത്രയും സ്റ്റൈല് ഞാൻ സ്റ്റൈൽഡ് കോമ്പോണൻസിനകത്ത് യൂസ് ചെയ്യാൻ പോവാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ കൊണ്ടുവരും. ഓക്കെ. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവിടെ നമ്മളെ ഹെഡർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ടാഗ് ആണ്. ആക്ച്വലി നമുക്ക് ഇത് വേണ്ട. ഇതിന് പകരം ഹെഡറിന് പകരം നമ്മളിവിടെ ആംബർ സൈൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആംബർ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെഡർ എലമെന്റ് ഓൾറെഡി ഉണ്ട്. ഹെഡർ എലമെന്റ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണോ ചിലപ്പോൾ ക്ലാസ് നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു എലിമെന്റ് ആയിരിക്കാം. ഇങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ആംബർ സൈൻ സിമ്പിൾ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഹെഡറിന് നമ്മളിവിടെ ആംബർ സൈൻ സിമ്പിൾ യൂസ് ചെയ്യും. സോ സ്റ്റൈൽഡ് കോമ്പോണന്റ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഡോട്ട് പാരഗ്രാഫ് ആണ്. ഇവിടെ നമ്മൾ ഡോട്ട് പാരഗ്രാഫ് മാറ്റിയിട്ട് നമ്മൾ പി ടാഗിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ.
സോ എനിക്ക് ഈ ഹെഡർ മോഡ്യൂൾ CSS എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ വനില CSS ഹെഡർ CSS ഫയൽ വേണ്ട. കാരണം ഞാൻ സ്റ്റൈൽഡ് കോമ്പോണന്റിനകത്ത് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ ഹെഡറിന്റെ സ്റ്റൈല്. ബാക്കിയുള്ള ഹെഡർ കഴിഞ്ഞിട്ട് ഇമേജ് ടാഗ് അതുപോലെ തന്നെ H1 ടാഗ് അതായത് ഈ IMG H1 ഇതൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ട് ഇവിടെ ഹെഡറിന്റെ സ്റ്റൈലിംഗ് ആണല്ലോ. ഹെഡറിന്റെ സ്റ്റൈലിംഗ് ആയതുകൊണ്ട് നമ്മൾ ഹെഡറിന്റെ ടാഗ് മാറ്റിയിട്ട് ഇവിടെ ആംബർസൈനും നമ്മളിവിടെ യൂസ് ചെയ്യും. അതുപോലെ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് മീഡിയ ക്വറിനകത്ത് ഒരു ഹെഡർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മീഡിയ ക്വറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളുടെ ഈ ഇവിടെ മിനിമം വിഡ്ത്ത് അതായത് കണ്ടീഷണലാണ്. മിനിമം വിഡ്ത്ത് 768 പിക്സലോ അതിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു സ്റ്റൈല് നമ്മൾ ഓവർറൈഡ് ചെയ്യും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെയും കൂടെ കൊണ്ടുവരും. ഇത് വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് കാരണം ഈ index.css ആക്ച്വലി ഇത് കോമൺ ആണ്. ഇവിടെ വന്നിട്ട് ഇവിടെ താഴോട്ടാക്കാം. ഓക്കെ, ആണ് മീഡിയ. ഓക്കെ, മീഡിയനകത്ത് ഇവിടെ ഹെഡറിനെ ഞാൻ മാറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ആംബർ സൈൻ മാത്രം യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ആംബർ സൈൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ല. നമുക്ക് വേറെ ടാഗോ IMG ടാഗോ P ടാഗോ ഒന്നും ഇല്ല. സോ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ മാർജിൻ ബോട്ടം 768 പിക്സൽ ആണ് നമ്മുടെ മിനിമം എങ്കിൽ 4 REM മാർജിൻ ബോട്ടം അവിടെ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഹെഡർ കഴിഞ്ഞിട്ട് H1 ആണ്. ഇവിടെ ഹെഡറിനെ നമ്മളിവിടെ ആംബർസൈന് യൂസ് ചെയ്യും. ഇപ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും സേവ് ചെയ്യാം. നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിനെ പിടിച്ച് നമുക്ക് ഇത് നോക്കാം. നമ്മുടെ മീഡിയ ക്വറി സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മാർജിൻ ബോട്ടം ഇവിടെ 2 REM ആണ് ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മിനിമം വിഡ്ത്ത് 768 ആയതുകൊണ്ടാണ്. ഇവിടെ മാർജിൻ ബോട്ടം കേട്ടോ, മിനിമം വിഡ്ത്ത് ഇവിടെ മീഡിയ ക്വറി വന്നിട്ടുണ്ട്. മാർജിൻ ബോട്ടം 4 REM. ഞാൻ ഇവിടെ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മാർജിൻ ബോട്ടം അതായത് ഒറിജിനൽ മാർജിൻ ബോട്ടം ഇവിടെ 2 REM സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മീഡിയ ക്വറിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ഞാനിത് പിക്സൽ ഇങ്ങനെ കൂട്ടുകയാണ്. സ്ക്രീൻ സൈസ് കൂടുമ്പോൾ മിനിമം വിഡ്ത്ത് 768 പിക്സൽ അതായത് ഇതിന്റെ വിഡ്ത്ത് 768-നെക്കാളും കൂടുതലായി അപ്പൊ ഈ ഒരു സ്റ്റൈല് ഓവർറൈഡ് ചെയ്യും. സോ ഇതാണ് നമ്മൾ മീഡിയ ക്വറീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇതേപോലെ വേറെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഹെഡറിന്റെ സ്റ്റൈലിംഗ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് വേണമെങ്കിൽ ഓത്ത് ഇൻപുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെ നമുക്ക് സ്യൂഡോ കേസ് വരുന്നത് ബട്ടണിനാണ്. ബട്ടൺ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ബട്ടന്റെ ഹോവർ ഉണ്ട്. നമുക്ക് ബട്ടൺ ഹോവർ എടുത്ത് നോക്കാം. സോ ബട്ടൺ ഹോവർ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഈ സ്റ്റൈല് കൊണ്ടുവരണം. ഒരു എലമെന്റ് നമ്മളിവിടെ കൊണ്ടുവരണം. കോൺസ്റ്റ് ബട്ടൺ എലമെന്റ് ഈക്വൽ ടു child dot ബട്ടൺ. ഇവിടെ സ്റ്റൈൽഡ് കോമ്പോണന്റിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബട്ടന്റെ സ്റ്റൈല് നമ്മൾ ആദ്യം ഇതിനകത്ത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഏതാണ് നമുക്ക് സ്യൂഡോ സെലക്ടർ എടുക്കാം. സോ സ്യൂഡോ സെലക്ടർ നമ്മൾ ബട്ടൺ ഹോവറിന്റെ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ബട്ടൺ ഇപ്പൊ ഇവിടെ നമ്മൾ ബട്ടൺ ഹോവർ ഇവിടെ മാറ്റിയിട്ട് നമ്മളിവിടെ
ആംബർസൈൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ആംബർസൈൻ കഴിഞ്ഞിട്ട് ഡോട്ട് ഹോവർ, കോളൻ കഴിഞ്ഞിട്ട് ഹോവർ. ഇത് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹോവർ വന്നിട്ടുണ്ട്. ഹോവർ സ്റ്റൈൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ സ്യൂഡോ സെലക്ടറിന് നമ്മൾ ഇവിടെ സ്റ്റൈൽ ചെയ്യുന്നത്. സോ സ്റ്റൈൽഡ് കോമ്പോണന്റിൽ നമുക്ക് മീഡിയ ക്വറി അതുപോലെ തന്നെ സ്യൂഡോ സെലക്ടേഴ്സിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ വനില CSSO അതുപോലെ CSS മൊഡ്യൂൾസിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റൈല് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റൈൽഡ് കോമ്പോണൻസിനകത്ത് തന്നെ നമുക്ക് CSS സ്റ്റൈൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മളെ സ്യൂഡോ സെലക്ടേഴ്സ് അതുപോലെ തന്നെ മീഡിയ ക്വറീസ് എങ്ങനെയാണ് വരുന്നത് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, ഇവിടെ ബട്ടൺ എലിമെന്റ് കൊടുത്തില്ല. ഓക്കെ, സോ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമുക്ക് സ്യൂഡോ സെലക്ടേഴ്സ് മീഡിയ ക്വറീസ് എങ്ങനെ നമുക്ക് സ്റ്റൈൽഡ് കോമ്പോണൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു.